ഇറാൻ ഇസ്രായേൽ യുദ്ധം കഠിനമായിരിക്കുമെന്നും അമേരിക്ക വിയർക്കുമെന്നുമാണ് റിപ്പോർട്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇറാനെയും ഹൂത്തികളെയും ഹിസ്ബുള്ള ഗ്രൂപ്പിനെയോ ഒക്കെ ഇല്ലാതാക്കുകയോ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായിരിക്കുന്ന അവരുടെ ശക്തി ക്ഷയിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. എന്താണോ ഇസ്രായേലിന്റെ ലക്ഷ്യം, ആ ലക്ഷ്യം കൃത്യമായ രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഉദ്ദേശവും ആഗ്രഹവും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ ഈ യുദ്ധം കഠിനമാണ്. ഇതിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആധിപത്യപരമായിരിക്കുന്ന വിജയമുണ്ടാവുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല, ഏറെക്കുറെ അമേരിക്ക ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. എങ്ങനെയാണ് ഈ വിഷയകാര്യങ്ങൾ മുന്നോട്ട് പോവുക, എത്രത്തോളമാണ് അമേരിക്കക്ക് പരാജയം ഉണ്ടാവുക, എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിലെ ഭാവി രാഷ്ട്രീയം രൂപീകരിക്കുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിഷയം എന്ന് പറയുന്നത് ഇറാഖ് പോലെ എളുപ്പമല്ല ഇറാൻ എന്നുള്ളതാണ്. രണ്ടും തമ്മിൽ വ്യത്യസ്തമായിരുന്നു സാഹചര്യങ്ങളും വ്യത്യസ്തമായിരുന്നു ഇടപാടുകളും സംവിധാനങ്ങളും ഏകോപനങ്ങളും നിലപാടുകളും. ഇറാനും ഇറാഖും തമ്മിലുള്ള വിഷയം എന്ന് പറയുന്നതിൽ അമേരിക്ക ഇറാഖിലെ വിഷയത്തിൽ ഇടപെടുന്നത് നേരിട്ട് ഇടപെടുന്നതിനപ്പുറമായ രീതിയിൽ ലോകത്താകമാനമുള്ള രാഷ്ട്രങ്ങളുടെ പിന്തുണ നേടാൻ വേണ്ടി ശ്രമിക്കുകയും ആ ശ്രമത്തിൽ അമേരിക്ക വിജയിക്കുകയും ചെയ്തു. അതിന്റെ കാര്യമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇറാഖ് കുവൈറ്റിനെ പിടിച്ചടക്കിയത് അല്ലെങ്കിൽ കീഴടക്കിയത് ഉചിതമായിരിക്കുന്ന നടപടിയല്ല എന്നുള്ളതും, അതൊരു രാജ്യത്തിന്റെ മേൽ മറ്റൊരു രാജ്യം ആധിപത്യം സ്ഥാപിക്കുകയാണ് അല്ലെങ്കിൽ അതിന്റെ മേലെ അവരുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളാണ്, അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള നിലപാടായിരുന്നു ലോകത്താകമാനമുള്ള രാജ്യത്തിനുണ്ടായിരുന്നത്. ഇറാഖിന്റെ നിലപാടിനെ ഇറാഖിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളും യഥാർത്ഥത്തിൽ ന്യായീകരിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതൊരു മുതലെടുപ്പായിട്ട് യഥാർത്ഥത്തിൽ അമേരിക്ക ഇതിനെ കാണുകയാണ്. അമേരിക്കയും ഇറാഖും തമ്മിൽ സഖ്യകക്ഷികളാണ്. ഈ യുദ്ധത്തോടനുബന്ധിച്ച് യുദ്ധത്തിന്റെ ഏകദേശം 6 മാസം മുമ്പാണ് അമേരിക്കയുടെ വിദേശകാര്യമന്ത്രി ഇറാഖ് സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ പുറത്തു വന്ന്. റൊണാൾഡ് റംസ്ഫീൽഡ് ആയിരുന്നു അന്നത്തെ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നത്. അദ്ദേഹവും സദ്ദാം ഹുസൈനും തമ്മിലൊക്കെ നല്ല ബന്ധമായിരുന്നു. കുവൈറ്റ് ആക്രമിക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് അറിയാമായിരുന്നു എന്നുള്ള ഒരു നിലപാടിലായിരുന്നു അന്നത്തെ മീഡിയക്കാരൊക്കെ എത്തിയിരുന്നത്. പിന്നീട് സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാവുക ഇറാഖിനെതിരെ തിരിഞ്ഞാലാണ് ഈ അറേബ്യൻ രാജ്യങ്ങളൊക്കെ കീഴടക്കാനോ അതല്ലെങ്കിൽ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിർത്താനോ സാധിക്കുക എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാഖിനെ ഒഴിവാക്കി മറ്റുള്ള അറബ് രാജ്യങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇറാഖിനെതിരെ അമേരിക്ക യുദ്ധം ചെയ്തത് എന്നുള്ളത് നിരീക്ഷണ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, അമേരിക്ക ആ കാലത്ത് പരമാവധി രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ട് ഇറാഖിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്തുണ തേടി എന്നുള്ളതും അതിലവർ വിജയിച്ചു എന്നുള്ളതുമാണ്. ആ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ റഷ്യ പോലും സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇറാൻ മാറി നിന്നു. റഷ്യയും ചൈനയും ഏറെക്കുറെ മൗന സമ്മതം ആയുധങ്ങൾ അയച്ചു കൊടുത്തു എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. മൗന സമ്മതം എന്ന രീതിയിലുള്ള ഇടപെടലൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കുറേ ഏറെക്കുറെ അങ്ങനെയായിരുന്നു. പരമാവധി രാജ്യങ്ങളൊക്കെ അതിന് സഹകരിച്ചു. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കുകയും ചെയ്തു. നമ്മൾ തിരിച്ച് ഇറാനിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ഏതെങ്കിലും ഒരു രാജ്യം ഈ യുദ്ധത്തിൽ ഇറാനെതിരെ തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളിടത്താണ് ഇറാന്റെ വിജയം. ഒരു അമേരിക്ക മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് ബ്രിട്ടനോ ഫ്രാൻസോ ഇറ്റലിയോ തങ്ങൾ ഇറാനെതിരെ യുദ്ധത്തിന് വേണ്ടി ഇസ്രായേലിനെയും അമേരിക്കയും സഹായിക്കുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇറാഖിനെ നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് 32ഓളം രാജ്യങ്ങളുടെ സൈനികരും സൈനിക സംവിധാനങ്ങളും സാമ്പത്തിക സഹായം ആ കാലത്ത് ഇറാഖിന് കിട്ടിയിട്ടുണ്ട്, ഈ അമേരിക്കയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും 5000 അമേരിക്കൻ സൈനികർ ഇറാഖ് യുദ്ധത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന് അമേരിക്കയുടെ സൈന്യം തന്നെ പിൽക്കാലത്ത് സമ്മതിക്കുകയും ചെയ്തു. ന്യൂയോർക്കിൽ അല്ലെങ്കിൽ വാഷിംഗ്ടണിൽ അമേരിക്കയുടെ വിമാനം ഇറങ്ങുന്ന എല്ലാ കാലത്തും, ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാലത്തും കൂട്ട നിലവിളികൾ ഉയർന്നിരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ 5ഉം 10ഉം അമേരിക്കൻ സൈനികരുടെ മൃതദേഹം വഹിച്ചുകൊണ്ടായിരുന്നു ഇറാഖിൽ നിന്ന് അതല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനം ഇവിടേക്ക് വന്നിരുന്നത്, ഈ അമേരിക്കയിലേക്ക് വന്നിരുന്നത് എന്നുള്ളത്. അപ്പൊ അത്രയും സൈനികരെ ബലി കൊടുത്തിട്ടാണ്
ഇറാഖിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി. എന്നിട്ടും സാധിച്ചത്. ഇറാഖ് ഒറ്റക്ക് യുദ്ധം ചെയ്ത് അത്രയും കാലം പിടിച്ചു നിന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. പിന്നീട് അമേരിക്ക മറ്റൊരു പ്രഖ്യാപനം നടത്തി, അതും ശ്രദ്ധിക്കപ്പെട്ടതാണ്. ആ പ്രഖ്യാപനത്തിൽ പറയുന്ന കാര്യം, ഇനി ഇത്തരമൊരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും അമേരിക്കയുടെ സൈന്യം നേരിട്ട് കൊണ്ട് ഇടപെടുകയില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വലിയ നഷ്ടം തങ്ങൾക്ക് ഇറാഖിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിനാൽ വേറെ ഏതെങ്കിലും രാജ്യത്തിലെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ ആ രാജ്യത്ത് തന്നെയുള്ള ആളുകളെ കൊണ്ടോ അല്ലെങ്കിൽ അവിടെയുള്ള പ്രതിപക്ഷ വിഭാഗത്തെ കൊണ്ടോ സൈനികപരമായ രീതിയിൽ അല്ലെങ്കിൽ ആയുധം നൽകിക്കൊണ്ട് ഭരണ കക്ഷികൾക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ആക്രമണം നടത്തുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക എന്നല്ലാതെ നേരിട്ട് ഇടപെടൽ നടത്തുകയില്ല എന്നുള്ളതാണ് അമേരിക്ക പ്രഖ്യാപിച്ചത്. ലിബിയയിൽ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടു. അതാണ് ഗദ്ദാഫിയെ കീഴടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ പ്രതിപക്ഷ സംവിധാനത്തെയാണ് ഉപയോഗപ്പെടുത്തി അവർക്കാണ് ആയുധങ്ങൾ നൽകിയത്. അവരാണ് പിടികൂടിയത്. എല്ലാ സംവിധാന കാര്യങ്ങളൊക്കെ അമേരിക്ക നൽകിയിട്ടുണ്ടെങ്കിലും അവരാണ് ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്നത്. നമുക്കത് അറിയാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്, ആ കാലത്തൊക്കെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ അമേരിക്കക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് അമേരിക്ക അത് എളുപ്പമായിരുന്നു. പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് തന്നെ പരമാവധി ലോകരാജ്യങ്ങൾ മുഴുവൻ പാലസ്തീനൊപ്പം ഇസ്രായേലിനെതിരുമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇറാൻ ആക്രമിക്കുക എന്ന് പറയുന്നത് വലിയ ആയുധ സംവിധാന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അമേരിക്ക ഒരുക്കുന്നുണ്ട്. യുദ്ധക്കപ്പലുകൾ വരുന്നുണ്ട്, യുദ്ധവിമാനങ്ങൾ വരുന്നുണ്ട്, ആയുധ സംവിധാനങ്ങൾ വരുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടലിലും അറബിക്കടലിലും വ്യത്യസ്തമായിരിക്കുന്ന അമേരിക്കക്ക് സ്വാധീനമുള്ള മേഖലയിലൊക്കെ സൈനിക വിന്യാസം പോലെയുള്ള സംവിധാന കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവർ പറയുന്നത് പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അത് യുദ്ധത്തിന്റെ ഒക്ടോബർ 7-ാം തീയതിയുള്ള യുദ്ധം ആരംഭത്തോടനുബന്ധിച്ച് തന്നെ 3 യുദ്ധക്കപ്പലുകളിൽ മെഡിറ്ററേനിയൻ തീരത്ത് അമേരിക്ക കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അവർ നേരിട്ട് കഴിഞ്ഞിട്ട് പാലസ്തീനെ ആക്രമിച്ചതായിരിക്കുന്ന അല്ലെങ്കിൽ ഇറാൻ ആക്രമിച്ചതായിരിക്കുന്ന അല്ലെങ്കിൽ ഹിസ്ബുള്ള ഗ്രൂപ്പെ ആക്രമിച്ച ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. സുരക്ഷ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി തങ്ങൾ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ ഈ വിഷയം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഒരു ന്യായീകരണം ലോകത്തോട് അമേരിക്കക്ക് പറയാനില്ല എന്നുള്ളതാണ്. ഇറാൻ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നു? ഇറാന്റെ അകത്ത് വെച്ചിട്ട് ഇറാന്റെ അതിഥിയെ വെടിവെച്ച് കൊന്നതിനുള്ള പ്രതികാരമായിട്ടാണ് ഇറാൻ യുദ്ധം ചെയ്യുന്നത്. അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. അത് ലോകം മുഴുവനും ഈ കാര്യത്തിൽ ഇസ്രായേലിന് എതിരെ തന്നെ സംസാരിച്ചതാണ്. ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ അകത്ത് കയറി, അവരുടെ ഭൂമിയുടെ അകത്ത് കയറി മറ്റൊരു വ്യക്തിയെ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. അവരുടെ രാജ്യ നിയമവ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ടുള്ള അക്രമം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് പ്രത്യാക്രമണം നടത്തുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ലോകരാജ്യത്തിന്റെ നിലപാടുകൾ. അറബ് രാജ്യങ്ങളും ഏറെക്കുറെ ആ നിലപാടിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ശക്തമായിരിക്കുന്ന പ്രതിഷേധമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ അവരുടെ ഭാഗത്തുണ്ടായത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ യുദ്ധം ജയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമല്ല. മാത്രവുമല്ല, ഇറാന് പിന്തുണ നൽകി പരസ്യമായി തന്നെ റഷ്യയും കൊറിയയും ചൈനയും, ഏറെക്കുറെ ചൈന കൃത്യമായ രീതി പറഞ്ഞിട്ടില്ലെങ്കിലും കൊറിയയുടെ നിലപാട് കൃത്യമാണ്, റഷ്യയുടെ നിലപാട് കൃത്യമാണ്. യുദ്ധ ആയുധങ്ങളും യുദ്ധ സാമഗ്രികളും യുദ്ധവിമാനങ്ങളും ഇറാനിലെ തെഹ്റാനിൽ ഇഷ്ടംപോലെ ഇറങ്ങിയതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നതാണ്. അപ്പോൾ പരസ്യമായ രീതിയിൽ ലോകശക്തി രാജ്യങ്ങൾ ഇറാനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ഒരു സംഭവം ചെറുതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഇറാഖ് യുദ്ധകാലത്ത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ചെറിയൊരു രാജ്യം പോലും തങ്ങൾ നിങ്ങളോടൊപ്പം സൈനികപരമായി സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വിമാനമോ ഏതെങ്കിലും ഒരു ആയുധങ്ങളോ ഏതെങ്കിലും രാജ്യങ്ങൾ നൽകിയായിരിക്കുന്ന ഒരു റിപ്പോർട്ടും ആ കാലത്ത് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതിനെ താരതമ്യം ചെയ്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ലോകത്തിലെ വൻ ശക്തികളായിരിക്കുന്ന റഷ്യയും അതോടൊപ്പം തന്നെ കൊറിയയും ഒക്കെ വലിയ രീതിയിലുള്ള സഹായം വാഗ്ദാനം ചെയ്തു എന്ന് മാത്രമല്ല, ചൈന പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അവരേറെക്കുറെ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ നമ്മൾ നിലപാട് പറയുന്ന സമയത്ത് ലോകത്തിലെ വൻ ശക്തിയായിരിക്കുന്ന രാജ്യങ്ങൾ, അതിൽ നമുക്ക് റഷ്യയെ പറയാം, കൊറിയയെ പറയാം, അതോടൊപ്പം തന്നെ ചൈനയെ പറയാം, ഈ തുർക്കിയെ പറയാം. തുർക്കിയൊക്കെ ലോകരാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യമാണ്. ഇവരെല്ലാം ഇറാനോടൊപ്പം മാനസികമായിട്ടും സൈനികപരമായിട്ടും ചേർന്ന് നിൽക്കുന്നു. ഇത് ഇറാഖിൽ നമ്മൾ കാണാത്തതാണ്. അപ്പോൾ യുദ്ധം കഠിനമാണ് എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് എളുപ്പമല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ജോർദാന്റെ വിദേശകാര്യമന്ത്രി ഇറാനിലേക്ക് അയച്ചുകൊണ്ട് യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് അമേരിക്ക ആരംഭം കുറിച്ചത്. പക്ഷെ അതിനൊന്നും ഇറാൻ മുഖവിലേക്ക് എടുത്തിട്ടില്ല. തീർച്ചയായിട്ടും തങ്ങൾ ആക്രമിക്കുക തന്നെ ചെയ്യും, തങ്ങൾ യുദ്ധം ചെയ്യാന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അനീതിക്കെതിരെയുള്ള നീതിയുടെ വിജയം ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇറാൻ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്.
ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെരസസ്കിയാൻ തന്നെ കൃത്യമായ രീതിയിൽ നിലപാട് പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ ലോകത്തിന്റെ ശത്രു രാജ്യമാണ്. അവർ ഭൂമിയിൽ തുടരുന്നിടത്തോളം കാലം വലിയ നാശങ്ങളും നഷ്ടങ്ങളും ലോകത്തിനുണ്ടാവും. അതിനെ പരമാവധി പ്രതിരോധിക്കുക എന്നുള്ളത് ഇറാന്റെ കടമയാണ്. അത് തങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളിടത്താണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, അമേരിക്കക്ക് എളുപ്പമല്ല ഈ യുദ്ധത്തിൽ വിജയിച്ചിരിക്കുക എന്നുള്ളത്. ഈ ഗസയുമായിട്ടുള്ള യുദ്ധത്തിന് പാലസ്തീനെതിരെയുള്ള ഇസ്രായേലിന്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് സൈനികപരമായ ആയുധപരമായ ഒരു രീതിയിൽ ഇസ്രായേലിനെ സഹായിക്കുന്ന പോലെയല്ല ഇറാനുമായി നേരിട്ട് അമേരിക്ക ഏറ്റുമുട്ടുക എന്ന് പറയുന്ന സമയത്ത് ഏതെല്ലാം കോണിലാണ് ഈ അമേരിക്കക്ക് നേരെ ആക്രമണം വരിക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർക്ക് തന്നെ അറിയില്ല. അങ്ങനത്തെ വലിയൊരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുകയാണ്. എന്ന് വെച്ചാൽ വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളൊന്നും സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥിതിവിശേഷം വരും എന്ന് മാത്രമല്ല, സർവ്വമേഖലയും ചേരി തിരിഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ആക്രമണം ഇസ്രായേലിന് നേരെ വരികയാണെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കക്ക് പോലും സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം വരും. എന്നാൽ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ലോകരാജ്യത്ത് ഏറ്റവും ശക്തിയുള്ള രാജ്യമായി ചൈനയോ റഷ്യയോ മാറാനുള്ള സാധ്യതയും ഇത് പതുക്കെ മൂന്നാം ലോക യുദ്ധത്തിലേക്ക് എത്താനുള്ള സാധ്യതയും നിരാകരിക്കാൻ വേണ്ടി പറ്റാത്ത സ്ഥിതിവിശേഷമായിട്ട് അഭിപ്രായപ്പെടുന്നവർ വളരെ കൂടുതലാണ്. ഓരോരോ രാഷ്ട്രീയ നിരീക്ഷണവും കൃത്യമായ രീതിയിൽ നമ്മൾ പ്രതിപാദിക്കുമ്പോൾ അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് ഇതിൻ്റെ യുദ്ധത്തിൻ്റെ രീതി കാര്യങ്ങളൊക്കെ പോകുന്നത് മൂന്നാം ലോക യുദ്ധത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എന്ന തരത്തിലാണ്. കാരണം ലോകത്തിലെ വൻ ശക്തികൾ രണ്ട് ഭാഗമായി കൃത്യമായ രീതിയിൽ ചേരിതിരിഞ്ഞിരിക്കുന്നു. അത് സുഡാനിലെ ഒരു കലാപവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഭരണകക്ഷിയും അവിടുത്തെ രണ്ട് സൈനിക വിഭാഗങ്ങളും തമ്മിൽ ഒരു വലിയ രീതിയിലുള്ള ശീതസമരങ്ങൾ നടന്നിരുന്നു. വലിയ രീതി ആക്രമണങ്ങളും കാരണങ്ങളും മരണങ്ങളൊക്കെ നടന്നിരുന്നു. ഈ സമയത്ത് ഏറെക്കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു വ്യത്യസ്ത രാജ്യങ്ങൾ. ആ വിഷയങ്ങൾക്ക് മധ്യസ്ഥ വഹിച്ചുകൊണ്ട് സൗദി അറേബ്യ 2-3 പ്രാവശ്യം വിഷയത്തിൽ ഇടപെട്ടതാണ്. ഏറെക്കുറെ അത് ഇപ്പോൾ സുഡാൻ ശാന്തമാണ്. അവിടുത്തെ പ്രസിഡന്റായിരുന്നു 40 വർഷത്തിലധികം പ്രസിഡന്റായിരുന്ന മുഹമ്മദ് ബഷീറിനെ പുറത്താക്കിയത് അമേരിക്കയാണ്. അമേരിക്ക പുറത്താക്കാൻ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയകാര്യങ്ങളുണ്ടായി. ആ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ തുടരാൻ പറ്റാത്ത രീതിയിൽ പ്രക്ഷോഭങ്ങളുണ്ടായി. സുഡാൻ എന്ന് പറയുന്ന രാജ്യത്തെ രണ്ടാക്കി പിളർത്തിക്കൊടുത്തു. അങ്ങനെ അവിടെ ഭരണകക്ഷിയും അതേപോലെ തന്നെ ബഷീറിനെ അനുകൂലിക്കുന്ന സൈനിക വിഭാഗവും ഇവർ തമ്മിലാണ് അട്ടുകൊണ്ട് ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായത്. അവിടെ ഏറെക്കുറെ നിലപാടുകൾ ലോകരാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പരസ്യമായ രീതിയിൽ ആയുധ സഹായങ്ങൾ ഏതെങ്കിലും സൈനിക വിഭാഗത്തിന് നൽകിയതായിരിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അങ്ങനെ പോയി ഉക്രൈനിലേക്ക് എത്തുന്ന സമയത്ത് രീതിക്ക് മാറ്റം വന്നു. നിലപാടുകൾ പറയാൻ തുടങ്ങി. ഓരോരോ രാജ്യങ്ങളും അതാത് രാജ്യങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങളെ സൈനികപരമായും സാമ്പത്തികപരമായും പിന്തുണ പറയുന്ന രീതിയിലേക്ക് വന്നു. അതാണ് റഷ്യ ഉക്രൈൻ ആക്രമിക്കുന്നു, റഷ്യക്കൊപ്പം ഇറാൻ നിൽക്കുന്നു, കൊറിയ നിൽക്കുന്നു, ചൈന നിൽക്കുന്നു, അതേ മൗനമെങ്കിലും തുർക്കി നിൽക്കുന്നു. ആ രീതിയിലേക്ക് വന്നു. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനൊപ്പം അമേരിക്ക നിൽക്കുന്നു, യൂറോപ്യൻ രാജ്യങ്ങൾ പരമാവധി നിൽക്കുന്നു. അങ്ങനെ ഒരു ലോക യുദ്ധ രീതി ഉക്രൈൻ്റെ ഭൂമിയിൽ ഉണ്ടാവുന്നു. അങ്ങനെയാണ് നമ്മൾ ഉക്രൈന് 2 വർഷമായിട്ട് ഏകദേശം 2.5 വർഷമാകാൻ പോവുകയാണ്. അത്രയായിട്ടും അവിടെ ഒരു രാജ്യത്തിനും പരാജയമോ വിജയമോ ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ലോകം രണ്ടായിട്ട് കൃത്യമായ രീതിയിൽ വിഭജിക്കപ്പെട്ടത് ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ പാലസ്തീനിലേക്ക് വരുന്ന സമയത്ത് പാലസ്തീനായതോടുകൂടി അത് പൂർണ്ണതയിലെത്തി. അപ്പോൾ പാലസ്തീനാണെങ്കിലും ഉക്രൈനാണെങ്കിലും 2 രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നതും 2 രാജ്യങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ നിലപാടെടുക്കുന്നതും ഏറെക്കുറെ ഒരേ രാഷ്ട്രങ്ങളാണ് എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ട് ഈ യുദ്ധം എന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടി ഓരോ രാഷ്ട്രവും അവരുടേതായിരിക്കുന്ന രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് എന്നതിനാൽ യുദ്ധത്തിന് കാഠിന്യം കൂടും. അത് ഇറാഖ് അമേരിക്ക യുദ്ധത്തിൽ നമ്മൾ കാണാത്തതാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വിജയിച്ചെടുക്കുക വലിയ പ്രയാസമാണ്. അമേരിക്ക വിയർത്തൊലിക്കുന്ന പ്രയാസകരമായിരിക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുൻപ് ഒരു രാജ്യത്തിന്റെ വിഷയത്തിലും ഇടപെട്ട സമയത്ത് ഇല്ല എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.